ടൂൺ ഇൻഫോടെക്കിന്റെ എക്സൽ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു സെല്ലിനകത്ത് എങ്ങനെ ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുക, ആ സെല്ലിന്റെ സ്റ്റൈൽ എങ്ങനെ ചേഞ്ച് ചെയ്യുക, അതെങ്ങനെ അലൈൻ ചെയ്യുക, അതിനകത്ത് നമ്പർ ഫോർമാറ്റ്സ് എങ്ങനെ കൊണ്ടുവരിക എന്നിവയെ കുറിച്ചിട്ടാണ്. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് സെൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഫോണ്ടാണ്. അതായത് ഒരു സെല്ലിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന്റെ ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിന്റെ സൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ബോൾഡ് എങ്ങനെയാക്കാം, ഇറ്റാലിക് എങ്ങനെയാക്കാം, അണ്ടർലൈൻ എങ്ങനെയാക്കാം, ഇതിനെ കുറിച്ചിട്ടാണ് ഫോണ്ടിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യം രണ്ട് സെല്ലിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കാം. ഞാൻ ഒരു 3-4 സെല്ല് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മെർജ് കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെല്ലിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം എനിക്ക് ആദ്യം വേണ്ടത് ഇതിൻ്റെ സ്റ്റൈല് മാറ്റാണ്, ഫോണ്ട് മാറ്റാനാണ്. അപ്പോൾ ഫോണ്ട് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫോണ്ട് സെക്ഷനകത്ത് ഈ ഒരു സെക്ഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ആരോ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോണ്ട്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഫോണ്ട് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തവിടെ വെക്കാം. ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോണ്ടിലായിരിക്കും അതവിടെ സെല്ലിലെ ടെക്സ്റ്റ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഫോണ്ട് സൈസാണ്. അതായത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ സൈസുകൾ കാണാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ടെക്സ്റ്റിൻ്റെ സൈസ് മാറിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നില്ലെങ്കിൽ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതവിടെ ചേഞ്ച് ആവും. അപ്പം ഇതാണ് ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും വരുന്നത്. ഇനി അതേസമയം നമുക്ക് ഇവിടെ ഈ ഒരു നമ്പർ കൊടുക്കാതെ തന്നെ ഇവിടെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഡിക്രീസ് ചെയ്യാനും പറ്റുന്നതാണ്. അതായത് ജസ്റ്റ് ആ സെല്ല് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഫോണ്ട് സൈസ് കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ടും സൈസ് കൂട്ടാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് സൈസ് കുറയ്ക്കാനുള്ളത്, ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് കുറഞ്ഞു വരും. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോൾഡായിട്ട് കാണണമെങ്കിൽ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇതാണ് ബോൾഡിനുള്ള ഓപ്ഷൻ. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+B ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ബോൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ബോൾഡായിട്ട് അപ്പിയർ ആവും. പിന്നെ വരുന്നതാണ് ഇറ്റാലിക് പറഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞ് എഴുതുന്നതിനെയാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+I ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഇറ്റാലിക്കായി മാറും. പിന്നെ വരുന്നത് അണ്ടർലൈൻ ആണ്. നമ്മുടെ ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+U ആണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് അണ്ടർലൈൻ ആയിട്ട് വരുന്നു. പിന്നെ ഒരു അണ്ടർലൈന് താഴെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഡബിൾ അണ്ടർലൈനും കൊടുക്കാം, അതുപോലെ സിംഗിൾ അണ്ടർലൈനും കൊടുക്കാം. ഡബിൾ അണ്ടർലൈൻ ആണ് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ അണ്ടർലൈന് അവിടെ വരുന്നതായിരിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെല്ലിന് എങ്ങനെ ബോർഡർ കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ബോർഡറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഒരു ആരോ ഉണ്ട്. ആ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോർഡേഴ്സിൻ്റെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അപ്പോൾ ബോർഡർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് സെല്ലിനാണ് ബോർഡർ കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ബോട്ടം ബോർഡർ ഉണ്ട്, ടോപ്പ് ബോർഡർ ഉണ്ട്, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ ഉണ്ട്. അത് ബോട്ടം ബോർഡർ പറഞ്ഞാൽ ബോട്ടത്തിൽ മാത്രം ബോർഡർ വരും. ടോപ്പ് ബോർഡർ പറഞ്ഞാൽ മേലെ മാത്രം ബോർഡർ വരും. ഇവിടെ ആ ചിത്രത്തിൽ കാണാം നമുക്ക് ബോട്ടം ബോർഡർ പറയുമ്പോൾ താഴെയാണ് ബോർഡർ വരുന്നത്. അതുപോലെ ടോപ്പിൽ ബോർഡർ വരും, അതുപോലെ ലെഫ്റ്റ് ബോർഡർ വരും, അതുപോലെ റൈറ്റ് ബോർഡർ. നോ ബോർഡർ പറഞ്ഞാൽ ബോർഡേഴ്സ് ഒന്നും ഇല്ല. ഓൾ ബോർഡേഴ്സ് പറഞ്ഞാൽ എല്ലാത്തിനും ബോർഡേഴ്സ് വരാം. ഔട്ട്സൈഡ് ബോർഡേഴ്സ് പറഞ്ഞാൽ പുറത്ത് മാത്രം ബോർഡർ സെറ്റ് ചെയ്യാനാണ്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബോട്ടം ബോർഡർ എടുക്കുന്നുണ്ട്. ബോട്ടം ബോർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം താഴെ മാത്രം ബോർഡർ വന്നു. അതേസമയം നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റും ബോർഡർ ഒന്നും ഉണ്ടാവില്ല. ഇനി ഓൾ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ
ഇതിന് ചുറ്റും ബോർഡേഴ്സ് വരുന്നതായിരിക്കും. അതേസമയം വേറെ കുറച്ച് സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബോർഡർ സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഓൾ ബോർഡേഴ്സ് പറഞ്ഞാൽ എല്ലാവിടെയും ബോർഡേഴ്സ് വരുന്നതായിരിക്കും. ഇനി നോ ബോർഡേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡേഴ്സ് ഒക്കെ റിമൂവ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാം. അതുപോലെ ബോട്ടം ഡബിൾ ബോർഡർ പറഞ്ഞാൽ ബോട്ടത്തിൽ ഡബിളായിട്ട് ബോർഡർ വരാനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബോട്ടം ഡബിൾ ബോർഡർ അല്ലെങ്കിൽ തിക്ക് ബോട്ടം ബോർഡർ ഏതെങ്കിലും ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ടോപ്പ് ആൻഡ് ഡബിൾ ബോട്ടം ബോർഡർ എടുക്കുന്നുണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ ടോപ്പിലും ബോർഡർ അതുപോലെ ബോട്ടത്തിൽ ഡബിൾ ബോർഡർ വന്നു. അപ്പം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ ബോർഡർ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ നോ ബോർഡർ തന്നെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻ ഉണ്ട്. ബോർഡർ വരയ്ക്കാം. ഡ്രോ ബോർഡർ പറഞ്ഞാൽ, പിന്നെ ഡ്രോ ബോർഡർ ഗ്രിഡ് പറയുമ്പോൾ ഗ്രിഡിൻ്റെ രൂപത്തിൽ ബോർഡർ വരയ്ക്കാനാണ്. പിന്നെ ഇറേസ് ചെയ്യാം, അതുപോലെ ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ലൈനിൻ്റെ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡ്രോ ബോർഡർ പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിലായിരിക്കും ബോർഡർ വരഞ്ഞു വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡർ പറയുന്നത് ബ്ലാക്ക് കളറായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ആ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ലൈൻ കളറിൽ കുറച്ച് കളേഴ്സ് നമുക്ക് കാണാം. ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് റെഡാണ് വേണ്ടി വെച്ചാൽ ജസ്റ്റ് റെഡ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ബോർഡർ വരച്ച് കഴിഞ്ഞാൽ റെഡ് കളറിലായിരിക്കും ആ ബോർഡർ വരുന്നത്. പിന്നെ വരുന്ന ഓപ്ഷൻ പറയുന്നത് ഡ്രോ ബോർഡർ ഗ്രിഡാണ്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അത് വരച്ച് കഴിഞ്ഞാൽ ഗ്രിഡായിട്ട് അത് ഓരോ ഗ്രിഡിനും ബോർഡർ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് ഡ്രോ ആവുന്നത്. പിന്നെ വരുന്നത് ഇറേസറാണ്. ഇറേസർ എന്തിനാണെന്ന് നമുക്കറിയാലോ. അത് നമ്മുടെ ബോർഡറൊക്കെ റിമൂവ് ചെയ്ത് കളയാനാണ് ഇറേസർ ബോർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു റബ്ബർ ഷേപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. ജസ്റ്റ് ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡർ മാഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ ഇവിടെയും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ മാഞ്ഞു പോകും. പിന്നെ വരുന്നത് ലൈൻ കളർ. നേരത്തെ പറഞ്ഞു, നമ്മുടെ ബോർഡർ വരയ്ക്കുന്ന ലൈനിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനാണ്. പിന്നെ വരുന്നത് ലൈൻ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ലൈന് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഡോട്ടഡ് ലൈൻസ് എടുക്കാം. എന്നിട്ട് ഡ്രോ ബോർഡർ സെലക്ട് ചെയ്യുന്നു. ഒന്ന് ബോർഡർ വരച്ച് കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻസ് ആയിരിക്കും ബോർഡർ സെറ്റായി വരുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ബോർഡറിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഫിൽ കളർ ഓപ്ഷൻ. അതായത് നമ്മുടെ സെലക്ട് ചെയ്യുന്ന സെല്ലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ് ഫിൽ കളർ ഓപ്ഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ യെല്ലോ ആണ് സെലക്റ്റഡ് ആയി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. കളേഴ്സ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ സെല്ലിൻ്റെ കളറ് മാറുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന കളേഴ്സ് കൂടാതെ പുതിയ കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ മോർ കളേഴ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ട കളേഴ്സ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറായിരിക്കും ആ ഒരു സെല്ലിൻ്റെ കളറായിട്ട്, സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് സെറ്റ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ബോർഡർ കളയുന്നുണ്ട്. ബോർഡേഴ്സ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെല്ലിൽ കളർ ചേഞ്ച് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്നതാണ് ഫിൽ കളർ പറഞ്ഞ ഓപ്ഷൻ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സെല്ലിനകത്തുള്ള ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ കളേഴ്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് കളേഴ്സ് വേണ്ടി വെച്ചാൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് ബോർഡർ ആയതുകൊണ്ട് ടെക്സ്റ്റ് ക്ലിയർ ആയി കാണുന്നില്ല. അതിൽ യെല്ലോ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടെക്സ്റ്റിൻ്റെ കളറ് പർപ്പിൾ കൊടുത്തു. ഇവിടെയും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലിസ്റ്റ് ചെയ്ത കളേഴ്സ് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ പുതിയ കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ മോർ കളേഴ്സിൽ പോയിട്ട് നമുക്ക് വേണ്ട കളേഴ്സ് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സ് ആയിരിക്കും ഇവിടെ സെറ്റായി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽ കളറും അതുപോലെ തന്നെ ഫോണ്ട് കളറും വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലൈൻമെൻറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അലൈൻമെൻ്റ് ഉള്ളത്. ഒന്ന് വെർട്ടിക്കൽ അലൈൻമെൻറ്റും പിന്നെ ഒന്ന് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും.
വെർട്ടിക്കൽ അലൈൻമെന്റ് പറയുമ്പോൾ ഈ ഒരു സ്പേസ് സെല്ലിന്റെ മേലെ മിഡില് താഴെ ആ ഒരു സ്പേസ് ആണ്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് പറയുമ്പോൾ ലെഫ്റ്റ് സെന്റർ റൈറ്റ് ആ ഒരു അലൈൻമെന്റ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ അലൈൻമെന്റിൽ നമുക്ക് 3 ഓപ്ഷൻ ആണുള്ളത്. ലെഫ്റ്റ് അലൈൻമെന്റ്, സെന്റർ അലൈൻമെന്റ്, അതുപോലെ അലൈൻ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് അലൈൻമെന്റ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കോളം ആണോ അലൈൻ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. കോളം തന്നെ വേണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു സെല്ലിനും നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ കോളം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എ വരുന്ന കോളം സെലക്ട് ചെയ്തു. ഇതിനകത്ത് ഞാനിവിടെ ലെഫ്റ്റ് അലൈൻ അല്ലെങ്കിൽ അലൈൻ ലെഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടൻസ് ഒക്കെ ലെഫ്റ്റിലോട്ട് അലൈൻ ആവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ അത് ലെഫ്റ്റ് അലൈൻ ആയി. ഇനി നമുക്ക് സെൻറ്റർ വേണമെങ്കിൽ ജസ്റ്റ് ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ ആവും. പിന്നെ വരുന്നത് അലൈൻ റൈറ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് അത് അലൈനായി നിൽക്കും. അപ്പോൾ ഞാൻ വീണ്ടും സെൻറ്റർ തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ആണ്. പിന്നെ വരുന്നതാണ് വെർട്ടിക്കൽ അലൈൻമെന്റ്. വെർട്ടിക്കൽ അലൈൻമെന്റ് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ ടോപ്പിൽ അല്ലെങ്കിൽ ബോട്ടം ഏത് പൊസിഷനിലാണോ ആ കണ്ടന്റ് നിൽക്കേണ്ടത് അതാണ് വെർട്ടിക്കൽ അലൈൻമെന്റ് വരുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ സെല്ലിന്റെ സൈസ് ഒന്ന് കൂട്ടുന്നുണ്ട്, ഹൈറ്റ് ഒന്ന് കൂട്ടുന്നുണ്ട്. ഇനി നമുക്ക് എ വരുന്ന കോളം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ബോട്ടത്തിലോട്ടാക്കാം. ബോട്ടം അലൈൻ പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ ബോട്ടത്തിലോട്ടായിരിക്കും ആ ഒരു ടെക്സ്റ്റ് നിൽക്കുന്നത്. ഇനി സെൻറ്റർ വേണമെങ്കിൽ സെൻറ്റർ കൊടുക്കാം, അതുപോലെ ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻഡന്റ് വന്നിട്ട് ഡിക്രീസ് ചെയ്യാനും അതുപോലെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇൻഡന്റ് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സെൽ എടുക്കുകയാണെങ്കിൽ ഈ സെല്ലിന്റെ ഈ ഒരു ബോർഡറോട് ചേർത്ത് എഴുതുക. അതായത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡറിനോട് ചേർന്ന് വരും. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡറിൽ നിന്നും നീങ്ങി നീങ്ങി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കോളം വൈസും ചെയ്യാം, അതുപോലെ റോ വൈസും ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ല് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സിംഗിൾ സെല്ല് ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതവിടെ ഡിക്രീസ് ഇൻഡന്റ് ആണ്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അത് അടുത്ത ബോർഡറിന്റെ അടുത്തായിട്ട് തന്നെ നിൽക്കുന്നത്. ഞാൻ ഇൻക്രീസ് ഇൻഡന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതോറും അത് നീങ്ങി നീങ്ങി പോകും, അതായത് സെല്ലിന്റെ ബോർഡറിൽ നിന്നും നീങ്ങി നീങ്ങി പോകുന്നതും. ഞാൻ ഇപ്പോൾ ഇവിടെ വീണ്ടും ഡിക്രീസ് ഇൻഡന്റ് കൊടുത്താൽ ആ സെല്ലിന്റെ ബോർഡറിന്റെ അടുത്ത് അടുത്തേക്ക് വരും. ഇതാണ് ഇൻക്രീസും ഡിക്രീസ് ഇൻഡന്റ്. ഇത് നമുക്ക് ഒരു സെല്ല് മാത്രമല്ല, നമുക്ക് എത്ര കോളം അല്ലെങ്കിൽ എത്ര സെല്ല് റോ ആണെങ്കിലും സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിക്രീസ് ഇൻഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിക്രീസ് ആവും, ഇൻക്രീസ് ആവും. ഡിക്രീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിക്രീസ് ആവും. അപ്പോൾ ഇതാണ് ഇൻഡന്റിൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ പറഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഉണ്ട്, ആംഗിൾ ക്ലോക്ക് വൈസ് ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ, റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ്, റൊട്ടേറ്റ് ടെക്സ്റ്റ് ആണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു സെല്ല് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കോളം വൈസ് ഒക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം സെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓറിയന്റേഷൻ്റെ ആരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് എടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ അത് വരും. പിന്നെ വരുന്നത് ആംഗിൾ ക്ലോക്ക് വൈസ് ആണ്. പിന്നെ വെർട്ടിക്കൽ ടെക്സ്റ്റ്, അതുപോലെ റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ്, പിന്നെ റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ. അപ്പോൾ ഇതിൽ ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഓപ്ഷൻ യൂസ് ചെയ്യാനാണ് ഫോർമാറ്റ് സെൽ അലൈൻമെന്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓറിയന്റേഷനിൽ വരുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് ഏത് രൂപത്തിൽ കാണണം എന്നതിന് വേണ്ടിയിട്ടാണ് നമ്പർ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് കറൻസി ആയിട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ടൈപ്പിലാണോ വേണ്ടത്, അല്ലെങ്കിൽ ഡേറ്റ് ആയിട്ടാണോ സെറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് നമ്പർ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്പർ പറഞ്ഞ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ആരോ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയും ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ജനറൽ ആണ്. ജനറൽ എടുത്തു കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ നമ്പേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്പറാണ്, അതായത് ഡെസിമൽ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് കറൻസി, അതായത് നമ്മുടെ യൂസ് ചെയ്യുന്ന കറൻസിൻ്റെ ആ ഒരു സിമ്പിൾ അതിൻ്റെ കൂടെ വരും. പിന്നെ ഇത് അക്കൗണ്ടിങ്,
അതുപോലെ ഷോർട്ട് ഡേറ്റ്, പിന്നെ ലോങ് ഡേറ്റ്, ടൈം, പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, സയൻറ്റിഫിക് ടെക്സ്റ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഈ നമ്പർ ഫോർമാറ്റ് എടുക്കാം. അപ്പോൾ അതെടുക്കുമ്പോൾ ഡെസിമൽ പോയിന്റോട് കൂടിയിട്ട് ആ നമ്പേഴ്സ് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളത് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് ഇൻക്രീസ് ആവും, ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് ഡിക്രീസ് ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ വേണ്ട ആ സീറോസ് കുറഞ്ഞു വരുന്നത് പഴയ രൂപത്തിൽ തന്നെ ആവും. ഇതാണ് നമ്പർ ഫോർമാറ്റിംഗിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കറൻസി നോക്കാം. ഇപ്പോൾ കറൻസി എടുക്കാൻ വേണ്ടിയിട്ട് ആ ആരോൻ്റെ അകത്ത് തന്നെ പോകണമെന്നില്ല. ഒന്നില്ലെങ്കിൽ ഇതിലൂടെ കറൻസി ഫോർമാറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കറൻസി ഫോർമാറ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ആരോ ഉണ്ട്, അതിൽ ഇന്ത്യത്തെ റുപ്പീസ് ആണോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണോ യുണൈറ്റഡ് കിങ്ഡം ആണോ വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു മണിയുടെ സിമ്പിൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം കോളം സെലക്ട് ചെയ്യുക. ഞാൻ ഇതിലൂടെ തന്നെ പോകുന്നുണ്ട്, അതിൽ ഞാൻ റുപ്പീസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ടിന് ആ ഒരു വാല്യൂ കൂടെ റുപ്പീസ് സൈനും അത് എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ കറൻസിയിലോട്ടാണത് ചേഞ്ച് ആവുന്നത്. അതേസമയം നമുക്കൊരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുത്താൽ ഡോളറിൽ ചേഞ്ച് ആവും. അങ്ങനെ നമ്മൾ ഏത് സിമ്പിളാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ സിമ്പിൾ മാറുന്നതായിരിക്കും. ഇതാണ് കറൻസി ഫോർമാറ്റ്. ഇനി അതേസമയം നമുക്ക് ഇതിനെ പെർസെൻറ്റേജ് ഫോർമാറ്റ് ആക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് പോയിട്ട് പെർസെൻറ്റേജ് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് എന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർസെൻറ്റേജ് ഫോർമാറ്റിലോട്ട് ചേഞ്ച് ആവും. ഇനി നമുക്ക് വരുന്നത് ഡേറ്റ് ഫോർമാറ്റ് ആണ്. അപ്പോൾ അത് ഈ ഒരു സെക്ഷനിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് ഡേറ്റും ഉണ്ട്, ലോങ് ഡേറ്റും ഉണ്ട്. ഷോർട്ട് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സാധാരണ ഇതിന് പോലെ ആ ഒരു ഷോർട്ട് ഡേറ്റിലോട്ട് വരും. അതായത് ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെ വരും. അതേസമയം നമുക്ക് ലോങ് ഡേറ്റ് വേണമെങ്കിൽ ലോങ് ഡേറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ 10th ജാനുവരി പിന്നെ ആ ഒരു ഇയർ ആണ് വരുന്നത്. നമുക്കിത് വേണമെങ്കിൽ മൊത്തം സെലക്ട് ചെയ്തിട്ട് ലോങ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ വരും. അതായത് ഒരു നമ്പറിന് തന്നെ നമുക്ക് ഡേറ്റ് ഫോർമാറ്റിൽ കൊടുക്കാം, അതുപോലെ പെർസെൻറ്റേജ് ആയി കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മണി ആയിട്ടും കൊടുക്കാം. നമ്മൾ ഏത് ഫോർമാറ്റാണോ നമ്മുടെ ഫീൽഡ് കിടക്കുന്നത് ആ ഫോർമാറ്റിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക് പറയുന്നത് ഫോർമാറ്റ് പെയിൻ്റർ ആണ്. അത് ക്ലിപ്പ് ബോർഡിനകത്ത് വരുന്നത്. പിന്നെ കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഫോർമാറ്റ് പെയിൻ്റർ ആണ്. അപ്പോൾ അത് ഫോർമാറ്റ് പെയിൻ്റർ എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സെല്ല് ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനിവിടെ കാലിബറൊക്കെ മാറ്റിയിട്ട് അൾജീരിയൻ ആക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്, ബോൾഡ് ആക്കുന്നുണ്ട്, ഇറ്റാലിക് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന് സെല്ലിനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ തീം കളറ് ചേഞ്ച് ചെയ്യുന്നു. അതുപോലെ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റും. ബോർഡറിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്, ഡാർക്ക് എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾ ബോർഡേഴ്സ്. അപ്പോൾ ഈ ഒരു സെല്ലിൽ വന്നിട്ട് നമ്മൾ ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഫിൽ കളർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട്, ബോൾഡ്, അണ്ടർലൈൻ, ഇറ്റാലിക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് വേറൊരു സെല്ലിലും വരണമെങ്കിൽ ആദ്യം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫോർമാറ്റ് പെയിൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എവിടെയാണോ ആ ഫോർമാറ്റ് വേണ്ടത് അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഈ ഒരു സെല്ലിനകത്തും വരും. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് അതേ കളറിൽ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ഇപ്പോൾ ഇതിന് നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമ്മൾ ഈ കാണുന്നത് ഇന്നത്തെ ട്യൂട്ടോറിയലിന്റെ ഒരു സമ്മറി പേജാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് സെല്ല് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാന്ന്. സെൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ എക്സൽ ഷീറ്റിന്റെ ലുക്ക് ആൻഡ് ഫീല് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്ത് എടുക്കാനാണ്.
ഇപ്പം ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാം, ഫോണ്ട് സൈസ് മാറ്റാം, ഫോണ്ട് കളർ ചെയ്യാം, സെല്ലിൻ്റെ ബോർഡേഴ്സ് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അലൈൻമെൻറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ പഠിച്ച് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള ഫോർമാറ്റ് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് നമ്പർ ഫോർമാറ്റ് ആണ്. നമ്പർ ഫോർമാറ്റിൽ മണി, പെർസെൻറ്റേജ്, ഡേറ്റ്സ് എക്സെട്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്.